ഇന്നേവരെ ഒരൊറ്റ വ്യക്തി പോലും ഉത്തരവാദിത്വത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ രംഗത്തേക്ക് വന്നിട്ടില്ല. അവിടെയാണ് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാകുന്നത്. അവിടുന്ന് പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മനുഷ്യനും ഓരോരുത്തരുടെ പേരിലും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായി മാറുക. ഇല്ലെങ്കിൽ നാമൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ്. നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നാം ഉത്തരം പറയേണ്ടവരാണ് എന്നുള്ള അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമേറിയ ആ ഒരു ഹദീസ് നമുക്കിവിടെ വലിയ ഒരു പാഠമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധം നാം കൃത്യമായി നിറവേറ്റുമ്പോഴാണ് ഞാനും നിങ്ങളും കൃത്യമായ ഒരു മനുഷ്യനായിട്ട് ഇവിടെ മാറുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഉത്തരവാദിത്വം അത് ചുമതലയായിക്കൊള്ളണമെന്നില്ല. ഉത്തരവാദിത്വം ചിലപ്പോൾ ചുമതലയായിക്കൊള്ളണമെന്നില്ല. എന്നെയും നിങ്ങളെയും ചുമതലപ്പെടുത്തിയ കാര്യമായിക്കൊള്ളണമെന്നില്ല. എന്നാലോ എല്ലാ ചുമതലകളും ഉത്തരവാദിത്വമാണ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളി ദർസിൽ ഞങ്ങൾ ഓതി പഠിക്കുമ്പോൾ, മന്തിഖ് തസ്രീഹുൽ മന്തിഖ് ഓതി പഠിക്കുമ്പോൾ, അതിലുള്ള കളയകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഉമൂമു ഖുസൂസ് മുത്ലഖ് എന്നുള്ള ഒരു കളയെ കുറിച്ച് ഇങ്ങനെ അഗാധമായ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതി രേഖപ്പെടുത്തിയ ധാരാളം ഉദാഹരണങ്ങളെ ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ വിഷയത്തിൽ നിന്നും ഞങ്ങൾ ഗ്രഹിച്ചെടുത്ത ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എല്ലാ ഉത്തരവാദിത്വം ചുമതലകളെല്ലാം ഉത്തരവാദിത്വം ചുമതലയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാ ചുമതലകളും ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ബോധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റോട്ടിൽ വലിയൊരു പാറക്കല്ല് കാണുമ്പോ നമ്മ ആരും ഉത്തരവാദിപ്പെടുത്തിയിട്ടില്ല ആ പാറക്കല്ല് ആ വഴിയിൽ നിന്നും എടുത്തു മാറ്റാൻ. റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ രാവിലെ സമയത്ത് സുബഹിയിലേക്ക് പള്ളിയിലേക്ക് വന്ന ഞാനും നിങ്ങളും നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓഫ് ചെയ്യാൻ നമ്മൾ ആരും ഉത്തരവാദപ്പെടുത്തിയിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവിടെ നമ്മളിലേക്ക് കടന്നു വരുന്നൊരു ഉത്തരവാദിത്തമുണ്ട്. ആ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കാനും റോട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ലൈറ്റ് ഓഫ് ചെയ്യാനുമുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത് ഉദാഹരണമായിട്ട് മുത്തനബി പഠിപ്പിക്കുന്നു. വഴിയിൽ കാണുന്ന വിശ്വാസിയെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യരാകുന്ന നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോ മനുഷ്യനായ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ഓരോ വസ്തുക്കളോടും മൃഗങ്ങളോട് നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഭൂമിയിലുള്ള മരങ്ങളോട് നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഭൂമിയിലുള്ള ജീവജാലകങ്ങളോട്, ജന്തുക്കളോട്, ഈ ഭൂമിയിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളോട്, മത്സ്യങ്ങളോട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളോടും നമുക്ക്, ഈ കാണുന്ന സുന്ദരമായ പ്രകൃതിയോട് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മൃഗങ്ങളോട് ഉത്തരവാദിത്തത്തിന്റെ കൃത്യമായ രൂപരേഖകൾ കാണിച്ച് ജീവിതത്തിലൂടെ മാതൃകയായ മഹാനാണല്ലോ മഹാനായ ശൈഖ് റിഫായി തങ്ങള്. നമുക്കറിയാം, കുഷ്ഠരോഗം പിടിച്ചുകൊണ്ട് അതാ നാട്ടിലൂടെ അലഞ്ഞു നടന്നിരുന്ന ആളുകൾ കണ്ടാൽ മൂക്ക് പൊത്തിയിരുന്ന, അറുപ്പോടെ വെറുപ്പോടെ നോക്കിക്കണ്ടിരുന്ന കുഷ്ഠരോഗം പിടിച്ച നായയെ ദിവസങ്ങളോളം തന്റെ ആലയിലേക്ക് കൊണ്ടുപോയി ആ നായക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകി, കൃത്യമായ പരിപാലനം നൽകി ആ നായയുടെ രോഗം കൃത്യമായി സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കാട്ടിലേക്ക് പറഞ്ഞയച്ച് ഈ ലോകത്തോട് വലിയ മാതൃക കാണിച്ച മഹാനായ ശൈഖ് റിഫായി തങ്ങള് അല്ലാഹുവിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. റിഫായി തങ്ങൾ അവിടുത്തെ തന്റെ ജീവിതം കൃത്യമായി ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന്റെ ധാരാളം ചരിത്ര സംഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനവരുടെ പ്രത്യേകതയായിരുന്നു ഓരോ ദിവസവും തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഹാനായ ശൈഖ് റിഫായി തങ്ങളെ അതാ തിരഞ്ഞു നടക്കുമായിരുന്നു അത്രേ. ഈ തന്റെ നാട്ടിലും പരിസര പ്രദേശത്തും കണ്ണു കാണാത്ത വ്യക്തികളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഹിദമകളും അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എങ്കിൽ അതെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭാഗങ്ങളിലേക്കും ഏരിയകളിലേക്കും അവരെ കൊണ്ടുപോയിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന മഹാനായ ശൈഖ് റിഫായി തങ്ങള്. മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും എത്തിപ്പെട്ടത് കൃത്യമായി നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തിയത് കൊണ്ട് മാത്രമല്ല, ദിക്റുകൾ ചൊല്ലിയത് കൊണ്ട് മാത്രമല്ല, സ്വലാത്തുകൾ ചൊല്ലിയത് കൊണ്ട് മാത്രമായിരുന്നില്ല. ഇക്കാലം വരെ ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്വം ചില്ലറ വിഷയമല്ല. ഉത്തരവാദിത്വം ഈ പ്രമേയം വിഷയം തന്നെ നമ്മുടെ സംഘടന ഏറ്റുപിടിക്കാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉത്തരവാദിത്വം കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നു പോയിട്ടുള്ളത്, എത്ര മരണങ്ങളാണ്, സ്വന്തമായി കൊണ്ടുള്ള മരണങ്ങളാണ്, ആത്മഹത്യകളാണ് ഇവിടെ നടന്നു പോയിട്ടുള്ളത്. ഉത്തരവാദിത്വം കൃത്യമായി നടപ്പിലാക്കാത്തതിന്റെ വലിയൊരു ഭവിഷ്യത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നമ്മൾ നിറവേറ്റണം. ഈ സമൂഹത്തോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടോ? ഈ ലോകത്തോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടോ? എന്തിനേറെ പറയണം, ഈ കാണുന്ന പ്രകൃതിയോട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രകൃതിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ നാശം നമ്മളിലേക്ക് തന്നെയാണ് എത്തിപ്പെടാനിരിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കള്, പ്ലാസ്റ്റിക്കിന്റെ കവറുകള്, അത് നാം ഈ ഭൂമിയിൽ നാം നിക്ഷേപിക്കുമ്പോൾ അത് മണ്ണിൽ അരിഞ്ഞു ചേരാത്ത വസ്തുവാണെന്ന് നമുക്കറിയാം. ധാരാളം കീടവസ്തുക്കൾ, ധാരാളം മോശമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മൾ ഭൂമിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിന്റെ അംശങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട്